Hello friends, welcome back to Mechanical Engineering Solutions. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിന്റെ 2007 നടന്നൊരു എക്സാം, ഓപ്പറേറ്റർ പോസ്റ്റിലേക്കുള്ള ഒരു എക്സാം. നമുക്കറിയാം മെയിൽ എക്സാം വരുന്നുണ്ട്, ഓവർസിയർ എക്സാം വരുന്നുണ്ട്, ഗ്രേഡ് 2 എക്സാം, ഗ്രേഡ് 3 എക്സാം ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷൻ അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ കാരണം. അപ്പം കഴിഞ്ഞ സെക്ഷനിൽ ഒരു 25 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഒരു 25 ക്വസ്റ്റ്യൻ ഈ സെക്ഷനിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പം ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ എൻ്റെ ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കാം, അല്ലെങ്കിൽ ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മനസ്സിലാവും. അതിനകത്ത് ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാവും, കേരള PSC എന്നാണ് പ്ലേലിസ്റ്റ് ഉണ്ടാവും. അതിനകത്ത് ഈ PSC റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ്, അതായത് ഗേറ്റ് എക്സാമിനാണെങ്കിൽ ഗേറ്റ് എക്സാമിന് ഉണ്ടാവും, SSC എക്സാമിനാണെങ്കിൽ SSC എക്സാം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് പ്ലേലിസ്റ്റ് സേവ് ചെയ്ത് വെക്കാം. അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരും പിന്നെ ബാക്കി വരുന്ന സമയത്ത്. അപ്പം ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റിലേക്ക് പോകാം. അപ്പം 26th ക്വസ്റ്റ്യൻ ആണ്. ദ ഷേപ്പ് ഓഫ് ദ റിഫ്ലക്ടർ യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽ ഹെഡ് ലാമ്പ്. അതായത് ഓട്ടോമൊബൈൽ ഹെഡ് ലാമ്പിൽ യൂസ് ചെയ്യുന്ന റിഫ്ലക്ടറിന്റെ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചു. ഓക്കെ, ഹൈപ്പർബോളിക്, സ്പെറിക്കൽ, പാരാബോളിക്, പ്ലെയിൻ. ഓക്കെ, അതിൽ ആൻസർ ഓപ്ഷൻ സി, പാരാബോളിക്. റിഫ്ലക്ടറിന്റെ ഷേപ്പ് പാരാബോളിക് ഷേപ്പിലായിരിക്കും ഓട്ടോമൊബൈലിൽ ഹെഡ് ലാമ്പ് ഉണ്ടാകുക. ഓട്ടോമൊബൈൽ ഹെഡ് ലാമ്പിൽ ഏത് രീതിയിലുള്ള എന്നാണ് ചോദിക്കുന്നത്. ഹൈപ്പർബോളിക് ആണെങ്കിൽ കുറച്ചുകൂടി കർവേച്ചർ കൂടുതലായിരിക്കും, സ്ഫെറിക്കൽ ആണെങ്കിൽ സർക്കുലർ ഷേപ്പ് ആയിരിക്കും, പാരാബോളിക് ആണെങ്കിൽ കർവ്ഡ് ഷേപ്പ് ആയിരിക്കും, പ്ലെയിൻ ആണെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള, ഓക്കെ, ഫ്ലാറ്റ് ആയിട്ട് ആണെന്ന് ഉദ്ദേശിക്കുന്നത്, പ്ലെയിനും. ഓക്കെ, അപ്പം കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, പാരാബോളിക്. ഇനി അടുത്തത്, ബോൾ ബിയറിംഗ് ബോൾസ് ആർ സ്പേസ്ഡ് ബൈ. അതായത് അതിന്റെ ഇൻ ബിറ്റ്വീൻ, ബോളിന്റെ ഇൻ ബിറ്റ്വീൻ എന്താണുള്ളതെന്ന് ചോദിച്ചു. ഓക്കെ, എ ക്യാപ്പ്, ബി കേജ്, സി റേസ്, ഡി കപ്പ്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് ബോൾ ബെയറിംഗിന്റെ ഇൻ ബിറ്റ്വീൻ ഓരോ ബോൾ തമ്മിൽ ഉണ്ടാകുന്ന ഗ്യാപ്പിന് എന്താണ്, അത് എവിടെയാണ് സ്പേസ്, ഐ മീൻ എവിടെയാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം സർക്കുലർ കേജിൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവും. ഓക്കെ, ഓപ്ഷൻ ബി, കേജ്, റൈറ്റ് ആൻസർ. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പറയുക ഒരു സർക്കുലർ ഷേപ്പിൽ ഇതിന്റെ ഉള്ളിലാണ് നമുക്ക് ബോൾ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഈ സൈക്കിളിന്റെ ഫ്രീ വീൽ ഒക്കെ എടുത്ത് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും ബോൾ ബെയറിംഗ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ ഉള്ളിൽ ആ പറയുന്ന സാധനത്തിന്റെ പേരാണ്, അതായത് ഈ ബോൾ പ്ലേസ് ചെയ്ത സാധനത്തിന്റെ പേരാണ് കേജ്. ഓക്കെ, ഇനി 28th ക്വസ്റ്റ്യൻ. ദ പർപ്പസ് ഓഫ് ഡൗൺവേർഡ് സ്വീപ്പ് ഗിവൺ ഓൺ എ സെൻട്രൽ പോർഷൻ ഓഫ് എ ഫ്രണ്ട് ആക്സിൽ ഈസ്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഡൗൺവേർഡ് സ്വീപ്പിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, ഫ്രണ്ട് ആക്സിലിനകത്തുള്ള ഡൗൺവേർഡ് സ്വീപ്പിന്റെ ഉപയോഗം, അതിന്റെ പർപ്പസ് എന്താണെന്ന് ചോദിക്കും. ടു റെഡ്യൂസ് ദ ചേസിസ് ഹൈറ്റ്, to take bending loads, for good appearance, to reduce weight of the axle. അപ്പം 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ, ടു റെഡ്യൂസ് ദ ചേസിസ് ഹൈറ്റ്, ചേസിന്റെ ഹൈറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഡൗൺവേർഡ് സ്വീപ്പ് കൊടുക്കുന്നത്. ഓക്കെ, ഓട്ടോമൊബൈലായിട്ട് ബന്ധമുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങോട്ട് താഴോട്ട് ഒരു ഫ്രണ്ട് ആക്സിലേക്ക് വരുന്ന സമയത്ത് ചെറിയൊരു ചരിവുണ്ടാവും. ഓക്കെ, ഫ്രണ്ട് ആക്സിലും റിയർ ആക്സിലും തമ്മിൽ നോക്കുന്ന സമയത്ത് റിയർ ആക്സിൽ കുറച്ച് ഹൈറ്റിലായിരിക്കും, ഫ്രണ്ട് ആക്സിൽ കുറച്ച് താഴ്ന്നിട്ടായിരിക്കും. അതെന്താ വെച്ചാൽ ചേസിന്റെ ഹൈറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദ മെയിൻ പാർട്സ് ഓഫ് എ സ്ക്രൂ ഡ്രൈവർ ആർ ഹാൻഡിൽ, ടിപ്പ് ആൻഡ്. എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ സ്ക്രൂ ഡ്രൈവർ കാണാത്തവർ ആരുണ്ടാവില്ല. അപ്പോൾ അതിന്റെ രണ്ട് പാർട്ട് പറഞ്ഞു, ഹാൻഡിൽ ഉണ്ട്, ടിപ്പ് ഉണ്ട്, പിന്നെ അതിനകത്ത് ഉണ്ടാകുന്ന സാധനം ഉണ്ടാവും, ബീം, ടാങ്ക്, ബ്ലേഡ്. ഓപ്ഷൻ ഡി, ഷാങ്ക്. അപ്പം ഓപ്ഷൻ ഡി, ഷാങ്ക്. അതായത് നമുക്ക് ഒരുവിധം പ്ലെയിൻ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ, അതായത് നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ എടുക്കുകയാണെങ്കിൽ ഓക്കെ, സ്ക്രൂ ഡ്രൈവർ ഇങ്ങനെ ഉണ്ടാവും. അതിന്റെ ഹാൻഡിൽ, പിന്നെ അതിന്റെ ടിപ്പ് ഉണ്ടാവും. ആ ടിപ്പ് വെച്ച് ബാക്കിയുള്ള ഭാഗം ഷാങ്ക്. ഓക്കെ, ഓപ്ഷൻ ഡി, ഷാങ്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. യൂണിവേഴ്സൽ സർഫസ് ഗേജ് ഈസ് യൂസ്ഡ് ഫോർ. യൂണിവേഴ്സൽ സർഫസ് ഗേജ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ, ലേഔട്ട് വർക്ക് ഓഫ് ആൻഡ് ഇൻസ്പെക്ഷൻ. ഓപ്ഷൻ ബി, ചെക്കിംഗ് സ്ട്രെയിറ്റ്നെസ്. ഓപ്ഷൻ സി, ചെക്കിംഗ് ഫ്ലാറ്റ്നെസ്, ചെക്കിംഗ് പാരലിസം. അപ്പം സ്ട്രെയിറ്റ്നെസ്, ഫ്ലാറ്റ്നെസ്, പാരലിസം, അല്ലെങ്കിൽ ലേഔട്ട് ഓഫ് ദ വർക്ക്, അതിന്റെ ഇൻസ്പെക്ഷൻ നടത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഓപ്ഷൻ വരുന്നത്. അപ്പം ഫസ്റ്റ്
ആണ്. ബാക്കി ഏകദേശം ഒരുപോലെയാണ്. ചെക്കിംഗ് ഫ്ലാറ്റ്നെസ്, ചെക്കിംഗ് സ്ട്രെയിറ്റ്നെസ്, ചെക്കിംഗ് പാരലിസം. അപ്പം ഇതൊക്കെ പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ഗേജും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അപ്പം ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിപ്പം എന്താ പാരലിസോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ്നെസ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഓട്ടോകോളിമീറ്റർ എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പറഞ്ഞാൽ ലേഔട്ട് വർക്ക് ആൻഡ് ഇൻസ്പെക്ഷൻ, ലേഔട്ട് വർക്കിന് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂണിവേഴ്സൽ സർഫസ് ഗേജ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 31th ക്വസ്റ്റ്യൻ. ദ മെഷർ ഓഫ് റെസിസ്റ്റൻസ് ടു ഫ്ലോ ഓഫ് ഓയിൽ ഈസ് നോൺ ആസ്, അതായത് ഫ്ലോന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്താണ് അറിയപ്പെടുന്നത്? ഓക്കെ, ഓയിൽനെസ്, സ്പെസിഫിക് ഹീറ്റ്, വോളറ്റിലിറ്റി, വിസ്കോസിറ്റി. അപ്പം റെസിസ്റ്റൻസ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? റെസിസ്റ്റൻസ് ഫ്ലോ എന്ന് പറഞ്ഞാൽ വിസ്കോസിറ്റി, അതായത് ഒഴുകുന്ന വെള്ളത്തിനെ തടഞ്ഞു നിർത്തുന്ന സാധനമാണ് വിസ്കോസിറ്റി. നമ്മളിപ്പം ഒരു സർഫസിൽ കുറച്ച് വെള്ളം ഒഴിച്ചാലും അല്ലെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചാലും ഏതാണ് പെട്ടെന്ന് ഒഴുകുക? വെള്ളമാണ് പെട്ടെന്ന് ഒഴുകുക. ഓയിൽ കുറച്ച് സാവധാനം ഒഴുകും. അപ്പം ഓയിലിന് വിസ്കോസിറ്റി കൂടുതലാണ്, വെള്ളത്തിന് വിസ്കോസിറ്റി കുറവാണ്. അതിനാണ് കാരണം. ഓക്കെ, വിസ്കോസിറ്റി കൂടുതലുള്ള സാധനം ഒഴുകാനുള്ള ടെൻഡൻസി കുറവായിരിക്കും. അതാണ് ഓയിലിന് വിസ്കോസിറ്റി കൂടുതലുള്ളതുകൊണ്ട് ഓയിൽ പതുക്കെയാണ് ഒഴുകുന്നത്. വെള്ളത്തിന് വിസ്കോസിറ്റി കുറവായതുകൊണ്ട് വെള്ളം പെട്ടെന്ന് ഒഴുകും. ഓക്കെ, അതിന് മറന്നു പോകും. കറക്റ്റ് അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ സൈസ് ഓഫ് വൈസ് മീൻസ്, സൈസ് ഓഫ് വൈസ്, വൈസിന്റെ സൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ വെയിറ്റ് ഓഫ് ദ വൈസ്, വിഡ്ത്ത് ഓഫ് ഇറ്റ്സ് ജോസ്, മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജോസ്, തിക്നെസ് ഓഫ് ഇറ്റ്സ് ജോസ്. അതായത് ഒരു ബെഞ്ച് വൈസ് ഒക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ സൈസും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി, വിഡ്ത്ത് ഓഫ് ജോസ്, രണ്ട് ജോന്റെ വിഡ്ത്ത്, അതായിരിക്കും വൈസിന്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹാമേഴ്സ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ഷേപ്പ് ഓഫ് ദ പീൻ, ഹെഡ്, ഫേസ്, ഐ. നമ്മൾ ഓരോ ഹാമറും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ എങ്ങനെയാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? അപ്പൊ എന്തിന്റെ ബേസിലാണ് അത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? അപ്പം പീനിന്റെ ബേസിൽ. ഓക്കെ, അതിന്റെ പീൻ എങ്ങനെയാണ് നോക്കിയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹാമേഴ്സിനെ ക്ലാസിഫൈ ചെയ്തു. ഓക്കെ, എ ഹാക്സോ ബ്ലേഡ് കട്ട് ഡ്യൂറിംഗ് റിട്ടേൺ സ്ട്രോക്ക്, ഓൾ സ്ട്രോക്ക്, ഫോർവേഡ് സ്ട്രോക്ക്, ആൾട്ടർനേറ്റ് ഫോർവേഡ് സ്ട്രോക്ക്. ഓക്കെ, ഹാക്സോ എപ്പോഴാണ് കട്ട് ചെയ്യുന്നത്? ഹാക്സോ ഒക്കെ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ്. ഓക്കെ, അപ്പം അത് ഏത് സ്ട്രോക്കിൽ കട്ട് ചെയ്യാം? ഫോർവേഡ് സ്ട്രോക്കിലാണ് കട്ട് ചെയ്യുന്നത്, റിട്ടേൺ സ്ട്രോക്കിൽ കട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അതായത് ഫോർവേഡ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ ഭാഗത്തോട്ട് പോകുമ്പോൾ ഇത് ഫോർവേഡ് സ്ട്രോക്കും, തിരിച്ച് ബാക്കോട്ട് വലിക്കുന്ന സമയത്ത് അത് റിട്ടേൺ സ്ട്രോക്കും. ഓക്കെ, നമുക്കറിയാം ആക്സോന്റെ ബ്ലേഡ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുക, അതായത് പർട്ടിക്കുലർ ഷേപ്പിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ കട്ട് ചെയ്യാനും തിരിച്ച് വലിക്കുന്ന സമയത്ത് അത് ഫ്രീ ആയിട്ട് തിരിച്ചു വരാനാണ് അതിന്റെ ഒരു പ്രൊസീജിയർ. ഓക്കെ, അതിന്റെ ടൂത്ത് അങ്ങനെയായിരിക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ഇനി ഡാഷ് ആർ യൂസ്ഡ് ടു, ഒരു ഫ്രണ്ടിൽ ഒരു ഡാഷ് ഉണ്ട്. ഡാഷ് ആർ യൂസ്ഡ് ടു കട്ട് ത്രെഡ് ഓൺ എ റൗണ്ട് മെറ്റൽ ബാർ, അതായത് റൗണ്ട് മെറ്റൽ ബാറിന്റെ മുകളിൽ ത്രെഡ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ടാപ്സ്, റീമേഴ്സ്, ഡൈസ്, ഡ്രിൽസ്. ഓക്കെ, അപ്പം എന്താണ് ഓപ്ഷൻ? ഓപ്ഷൻ സി, ഡൈസ്. ഓക്കെ, ഡൈസ് ആർ യൂസ്ഡ് ടു കട്ട് ത്രെഡ്സ് ഓൺ എ റൗണ്ട് മെറ്റൽ ബാർ, റൗണ്ട് മെറ്റൽ ബാറിനോട് ത്രെഡ് കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡൈസ്. ഓക്കെ, 1 inch is approximately equal to 3.14 centimeter, 2.54 centimeter, 2.14 centimeter, 3.54 centimeter. ഒരുപാട് എക്സാമിനൊക്കെ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതായത് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി, 3.54. ഓർമ്മിച്ചിരിക്കുക, 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 3.54 സെന്റിമീറ്റർ. ഓക്കെ, അല്ലെങ്കിൽ 25.4 mm ഇൻറ്റു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മില്ലിമീറ്ററിൽ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. ദ ബ്രേക്ക് പവർ ഓഫ് എ എഞ്ചിൻ ഈസ് ദ പവർ അവൈലബിൾ അറ്റ് ക്രാങ്ക് ഷാഫ്റ്റ്, ഇൻ ദ എഞ്ചിൻ സിലിണ്ടർ, അറ്റ് ദ ക്രാങ്ക് പിൻ, അറ്റ് ദ ക്യാം ഷാഫ്റ്റ്. അപ്പൊ എവിടെ കിട്ടുന്ന പവർ ആണ് ബ്രേക്ക് പവർ എന്ന് ആണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ എ, അറ്റ് ക്രാങ്ക് ഷാഫ്റ്റ്. ക്രാങ്ക് ഷാഫ്റ്റിന്റെ അത് കിട്ടുന്ന പവർ ആണ് എന്ത്? ബ്രേക്ക് പവർ എന്ന് പറയുന്നത്. ഓക്കെ, ബ്രേക്ക് പവർ എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റിന്റെ അകത്ത്, അതായത് എഞ്ചിൻ ഔട്ട്പുട്ട്, നമ്മുടെ ഷാഫ്റ്റിന്റെ അകത്ത് പുറത്ത് കിട്ടുന്ന പവറിനാണ് ബ്രേക്ക് പവർ എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ എന്താ പറയാ, ഡയറക്ട്ലി നമ്മൾ വീലിലേക്കോ അല്ലെ ആക്സിലേറ്ററിലേക്ക് കൊടുക്കും, അവിടെ ഉണ്ടാകുന്ന ചെറിയ ലോസ്. ബാക്കി എഞ്ചിന്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ, എഞ്ചിന്റെ ലോസും കാര്യങ്ങളൊക്കെ അതിന്റെ അവസാനം കിട്ടുന്ന സാധനമാണ് ഷാഫ്റ്റിനകത്ത്, ഫ്ലൈ വീൽ വെച്ച് കണക്ട് ചെയ്ത് ഷാഫ്റ്റിനകത്തേക്ക് കിട്ടും. ഓക്കെ, അത് എന്താ പറയുക, ഷാഫ്റ്റ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് മുമ്പേ ക്രാങ്ക് ഷാഫ്റ്റിനകത്തേക്ക് കിട്ടുന്ന പവറിനെ ബ്രേക്ക് പവർ എന്ന് പറയുന്നത്. ഓക്കെ, the valve position during power stroke in a 4-stroke engine is,
അതായത് ഫോർ സ്റ്റോക്ക് എഞ്ചിന്റെ പവർ സ്റ്റോക്കിൽ ഫോർ സ്റ്റോക്ക് എഞ്ചിന്റെ വാൾ പൊസിഷൻ എവിടെയിരിക്കുന്നത് at the crankshaft, in the engine cylinder, at the crank pin, at the camshaft. The valve position during power stroke in a four stroke engine is valve പൊസിഷൻ എങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഓപ്ഷൻ ഡി at the camshaft. വാൽവ് സത്യം പറഞ്ഞാൽ ക്വസ്റ്റ്യന്റെ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മളിപ്പം വാൽവ് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്, അതിനൊരു ക്യാം അറേഞ്ച്മെന്റ് ഉണ്ടാവും, അത്രയും ആലോചിച്ചാൽ മതി. അതായത് വാൽവായിട്ട് റിലേറ്റഡ് ആയിട്ട് ക്യാം ആണ്. ചില ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ്, ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടില്ല. ഡയറക്റ്റ് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ എന്താണ് ഇവർ ചോദിക്കുന്നത് നമുക്ക് തോന്നും. ഓക്കെ, അപ്പം വാൽവ് കൺട്രോൾ ചെയ്യുന്നത് ക്യാംസ് ആണ്. ക്യാം ഷാഫ്റ്റ് വെച്ചിട്ടാണ് വാൽവിന്റെ, അതായത് നമ്മളിപ്പം ഇന്ത്യൻ സ്റ്റോക്കിനകത്തും അല്ലെങ്കിൽ പവർ സ്റ്റോക്കിനകത്ത് അല്ലെങ്കിൽ എക്സോ സ്റ്റോക്കിനകത്തൊക്കെ വാൽവ് റിലീസ് ചെയ്യണം, വാൽവ് ഓപ്പൺ ചെയ്യുന്നുണ്ടോ, ഓപ്പൺ ചെയ്യുന്നത് അതായത് കണക്ടിങ് നമ്മളെ ക്രാങ്ക് ഷാഫ്റ്റ് ആയിട്ട് കണക്ട് ചെയ്ത ക്യാം ഷാഫ്റ്റ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, the function of a carburetor is to mix air and diesel, air and petrol, air and lubricant oil, petrol and lubricant oil. ഇപ്പൊ ഏതായിരിക്കും കാർബറേറ്ററിന്റെ ഫംഗ്ഷൻ എന്താണ്? കാർബറേറ്റർ ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് എന്താ? ബൈക്ക് എഞ്ചിൻ്റെ അകത്ത്. ഓക്കെ, ബൈക്ക് എഞ്ചിൻ്റെ അകത്തൊക്കെ കണ്ടിട്ടുണ്ടോ? അതായത് എയറും പെട്രോളും തമ്മിൽ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ് കാർബറേറ്റർ. ഓപ്ഷൻ സി, കാർബറേറ്റർ ഈസ് യൂസ്ഡ് ടു മിക്സ് എയർ ആൻഡ് പെട്രോൾ. ഇനി അടുത്ത്, പർപ്പസ് ഓഫ് ഫിൻസ് കാസ്റ്റ് അറൌണ്ട് ദ സിലിണ്ടർ ആൻഡ് സിലിണ്ടർ ഹെഡ്സ് ഈസ് ടു. അതായത് ഫിൻസ് എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഓക്കെ, നമ്മളറിയാം ഈ ഒരു ബൈക്കിന്റെ എഞ്ചിൻ നോക്കി കാണാം. ബൈക്കിന്റെ എഞ്ചിൻ താഴെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇതൊരു എഞ്ചിൻ ആണെങ്കിൽ അതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ കാണാം, അലൂമിനിയത്തിന്റെ പുറത്തുണ്ടാകുന്ന പോലെ കാണാം. ഓക്കെ, നമ്മളിപ്പോൾ പഴയ ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ ഒക്കെ കാണുകയാണെങ്കിൽ, അതായത് വാട്ടർ കൂളിംഗ് അല്ല എയർ കൂളിംഗ് ആയിട്ടുള്ള എഞ്ചിൻ നോക്കുകയാണെങ്കിൽ അതിന് പുറത്ത് ഇങ്ങനെ കുറെ ഫിൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അതായത് ഒരു പ്രൊജക്ഷൻ. സൈഡ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അതായത് ഇതിൻ്റെ ഉള്ളിൽ എഞ്ചിൻ്റെ ഉള്ളിലുള്ള ഹീറ്റ് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിൽ ഓപ്ഷൻ പറയുന്നത് റീഇൻഫോഴ്സ് ആൻഡ് സിലിണ്ടേഴ്സ്, കൂൾ ദ എഞ്ചിൻ, ഓവർകം ദ വൈബ്രേഷൻ, മേക്ക് ഗുഡ് അപ്പിയറൻസ്. അപ്പോൾ ഏതായിരിക്കും? ഓഫ് കോഴ്സ് ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി, കൂൾ ദ എഞ്ചിൻ. എഞ്ചിൻ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. എയർ കൂൾഡ് എഞ്ചിൻ എന്ന് പറയുന്നില്ലേ, അപ്പോൾ എയർ കൂളിംഗ് കുറച്ചുകൂടി, അതായത് ഏരിയ കൂടുന്ന സമയത്ത് കൂളിംഗ് റേറ്റ് കൂടും, അതിന് വേണ്ടിയിട്ടാണ് ഫിൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക്. In a four-stroke diesel engine, during the suction stroke, the charge consisting of ഏതാണെന്ന് ചോദിച്ചു, എയർ ഓൺലി, ഫ്യൂവൽ ഓൺലി, ഫ്യൂവൽ ആൻഡ് എയർ, ഫ്യൂവൽ, എയർ ആൻഡ് ലൂബ്രിക്കേറ്റിംഗ്. അതായത് ഫോർ സ്റ്റോക്ക് ഡീസൽ എഞ്ചിനാണ്. ഡീസൽ എഞ്ചിൻ്റെ അകത്തേക്ക് എങ്ങനെയാണ് നമ്മൾ ചാർജ് കൊടുക്കുന്നത്, അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, എയർ ഓൺലി. ഓക്കെ, അതായത് ഡ്യൂറിങ് ദ സക്ഷൻ സ്ട്രോക്കിന്റെ സമയത്ത് എയർ ഇൻടേക്ക് വരും, അതായത് ചാർജ് ആയിട്ട് നമ്മൾ സപ്ലൈ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് കംപ്രസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫ്യൂവൽ നമ്മൾ ഇഞ്ചക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുന്ന സമയത്താണ് ഈ എയറും ഈ ഫ്യൂവൽ, അതായത് കംപ്രസ്ഡ് എയറും ഫ്യൂവലും തമ്മിൽ മിക്സ് എന്താ പറയുക കൊളീഷൻ നടന്നിട്ട് അവിടുന്ന് എന്താ പറയുക പവർ സ്റ്റോക്ക് ഉണ്ടാകുന്നത്, അതായത് കത്തുകയാണ് ചെയ്യുന്നത് ഫ്യൂവൽ. ഓക്കെ, അങ്ങനെയാണ് ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. നേരെ മറിച്ച് പെട്രോൾ എഞ്ചിനിലാണെങ്കിൽ നമ്മൾ എയർ ഫ്യൂവൽ മിക്സ്ചർ ആണ് ആദ്യം കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ സ്പാർക്ക് പ്ലഗ് വെച്ചിട്ട് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അതാണ് ഡിഫറൻസ്. ബേസിക് ആണ് ക്വസ്റ്റ്യൻസ്, ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഒരുപാട് ഉണ്ടാവുക. ഓട്ടോമൊബൈലിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ദ പ്രോസസ് ഓഫ് റിമൂവിങ് ബേൺഡ് ഗ്യാസസ് ഫ്രം ദ കമ്പഷൻ ചേംബർ ഓഫ് ദ എഞ്ചിൻ സിലിണ്ടർ ഈസ്. അതായത് കമ്പഷൻ ചേംബറിനകത്ത് ആ ബേൺഡ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ കത്തിക്കഴിഞ്ഞ ഗ്യാസ് അല്ലെങ്കിൽ എക്സോസ് ഗ്യാസ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ എന്താ പറയുന്നത്? ഓക്കെ, ഓപ്ഷൻ എ ഡിറ്റോനേഷൻ, വർക്കിംഗ് സ്ട്രോക്ക്, നോക്കിംഗ്, സ്കാവെഞ്ചിങ്. ഓപ്ഷൻ ഡി സ്കാവെഞ്ചിങ് ആണ് കറക്റ്റ് ആൻസർ. അതായത് എഞ്ചിൻ സിലിണ്ടറിനകത്ത് കമ്പഷൻ ചേംബറിന്റെ അകത്തുനിന്ന് കത്തിയ ഗ്യാസ് അല്ലെങ്കിൽ എക്സോസ്റ്റ് ഗ്യാസ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ സ്കാവെഞ്ചിങ് എന്ന് പറയുന്നു. ഈ ക്വസ്റ്റ്യൻ ഈ കേരള PSC മാത്രമല്ല, ഈവൻ ഗേറ്റ് എക്സാം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിന് പോലും ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. സ്കാവെഞ്ചിങ് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഞാൻ എഴുതിയ ഒരുപാട് എക്സാമിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അതായത് SSCന്റെ ജൂനിയർ എഞ്ചിനീയറിംഗ് എക്സാം ആണെങ്കിലും അല്ലെങ്കിൽ IAS എക്സാം ആണെങ്കിലും ഗേറ്റ് എക്സാമിലാണെങ്കിലും ഒക്കെ ഈ എക്സാം പ്രീവിയസ് ഏതെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്കാവെഞ്ചിങ്ങിനെ പറ്റി. ഓക്കെ, അപ്പം അത് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ ഓർത്തിരിക്കുക. അതിന് അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ട്രാൻസ്മിറ്റ് ദ റൊട്ടേഷൻ ഡിസ്പൈറ്റ് ദ ചേഞ്ചിങ് ദ ആംഗിൾ ഓഫ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. ഓക്കെ, അതായത് ഇതിനു മുമ്പിൽ ഒരു ഡാഷ് ഉണ്ട്. ഡാഷ് transmits the rotations despite the changing angle of the propeller shaft. അതായത് റൊട്ടേഷൻ
റൊട്ടേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന, അതായത് പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെ ആംഗിൾ ചേഞ്ച് ചെയ്യുന്ന ഒരു സാധനം. അതെന്താന്ന് ഇങ്ങനെയൊന്നല്ല ക്വസ്റ്റ്യൻ വരിക. ജസ്റ്റ് നിങ്ങൾ ഓപ്ഷൻ നോക്കുക. ഫ്ലൂയിഡ് കപ്ലിംഗ്, യൂണിവേഴ്സൽ ജോയിന്റ്, ക്വാർട്ടർ ജോയിന്റ്, ഫ്ലാഞ്ചഡ് കപ്ലിംഗ്, ഇതാണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, യൂണിവേഴ്സൽ ജോയിന്റ്. യൂണിവേഴ്സൽ ജോയിന്റ് എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെ അകത്ത് ഒരു ജോയിന്റ് വരും. അതായത് എഞ്ചിന്റെ അകത്ത് വരുന്ന പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഉണ്ടോ, പിന്നെ അത് കണക്ട് ചെയ്ത് പോകുന്നത് വേറൊരു ഷാഫ്റ്റ് ആയിരിക്കും, അതായത് നമ്മളെ ആക്സിലേക്ക്. ഇതിന്റെ നടുക്ക് ഇവിടെ ഉണ്ടാകുന്ന ഒരു ജോയിന്റ് ആണ് യൂണിവേഴ്സൽ ജോയിന്റ്. ഓക്കെ, യൂണിവേഴ്സൽ ജോയിന്റ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒറ്റ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സാധനം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബസ്സിന്റെ അകത്തൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. അതായത് ഫ്രണ്ടില് എഞ്ചിൻ ഉണ്ടാവും, പക്ഷെ റിയൽ വീൽ ഡ്രൈവ് ആയിരിക്കും. അതിനകത്തേക്ക് എന്താ പറയാ, പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. അപ്പൊ ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റും എഞ്ചിൻ ഷാഫ്റ്റും തമ്മിൽ കണക്ട് ചെയ്ത സാധനമാണ് യൂണിവേഴ്സൽ ജോയിന്റ്. അതെന്താണെന്ന് വെച്ചാൽ ഒറ്റ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ജോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ ഇത് തമ്മിൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. നേരെ മറിച്ച് ഇതൊരു ചെറിയ ആംഗിളിൽ എന്തെങ്കിലും ഡീവിയേഷനും കാര്യങ്ങളൊക്കെ വന്നാലും അത് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു സാധനമാണ് യൂണിവേഴ്സൽ ജോയിന്റ്. യൂണിവേഴ്സൽ ജോയിന്റിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. അതായത് റൊട്ടേഷണൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഏത് ആംഗിളിലും ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ജോയിന്റ് ആണ് യൂണിവേഴ്സൽ ജോയിന്റ്. അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൊപ്പല്ലർ ഷാഫ്റ്റിലാണ്. ഓക്കെ, എഞ്ചിൻ, അതായത് റിയൽ വീൽ ഡ്രൈവിൽ ഉള്ള, അതായത് ഫ്രണ്ടിൽ എഞ്ചിനും ബാക്ക് വീലാണ് ഡ്രൈവ് ഉള്ള വണ്ടികൾ, എസ്പെഷ്യലി നമ്മളെ ബസ്സുകൾ അല്ലെങ്കിൽ ലോറികൾ, അങ്ങനെ ഹെവി വെഹിക്കിൾസ്. ഓക്കെ, അതിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് യൂണിവേഴ്സൽ ജോയിന്റ്. ദ ടൂൾ യൂസ്ഡ് ടു ഇൻസ്റ്റാൾ പിസ്റ്റൺ വിത്ത് റിങ്സ് ഇൻ ദ സിലിണ്ടറീസ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആ വർഷം PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പം എന്തോ ഒരു ക്വസ്റ്റ്യൻ അത് മിസ്റ്റേക്ക് ആണ്. അതായത് ടൂൾ യൂസ്ഡ് ടു ഇൻസ്റ്റാൾ പിസ്റ്റൺ റിങ്സ് വിത്ത് ദ സിലിണ്ടർ, അതായത് പിസ്റ്റൺ റിങ്സ് പിസ്റ്റന്റെ മുകളിൽ ഫിറ്റ് ചെയ്യുന്ന സാധനമാണ് ക്വസ്റ്റ്യൻ കറക്റ്റ്. പക്ഷെ ഇതിന്റെ അകത്ത് സിലിണ്ടറിന്റെ അകത്ത് പിസ്റ്റൺ റിങ്സ് എങ്ങനെയാണ്, പിസ്റ്റൺ വിത്ത് റിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ചെറിയൊരു ക്വസ്റ്റ്യനിലെ മിസ്റ്റേക്ക് ആണ്. പക്ഷെ ഇതിന്റെ ഓപ്ഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ പിസ്റ്റൺ റിങ്, പിസ്റ്റന്റെ മുകളിൽ എങ്ങനെയാണ്. ഓക്കെ, ഇൻ ദ പിസ്റ്റൺ, ഈ വിത്ത് ഒഴിവാക്കിയിട്ട്, അതായത് പിസ്റ്റൺ റിങ് ഇൻ ദ പിസ്റ്റൺ, ടൂൾ യൂസ്ഡ് ടു ഇൻസ്റ്റാൾ പിസ്റ്റൺ റിങ് ഇൻ ദ പിസ്റ്റൺ എന്നാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ പിസ്റ്റൺ റിങ് എക്സ്പാൻഡർ ഇതൊരു റൈറ്റ് ആൻസർ, അല്ലെങ്കിൽ പ്ലെയേഴ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. ഇതാണ് ഓപ്ഷൻ, കറക്റ്റ് ഓപ്ഷൻ പിസ്റ്റൺ റിങ് എക്സ്പാൻഡർ. പിസ്റ്റൺ റിങ് എക്സ്പാൻഡർ യൂസ് ചെയ്തിട്ട്, അതായത് നമ്മളിപ്പോൾ റബ്ബർ ബാൻഡ് പോലത്തെ സാധനമായിരിക്കും. അപ്പം അതായത് ഇതിപ്പോ ഒരു പിസ്റ്റൺ ആണെങ്കിൽ, ഓക്കെ, ഇതിന്റെ മുകളിൽ ഇവിടെ ആയിരിക്കും റിങ് ഉണ്ടാവുക. ഓക്കെ, ഇതൊരു റബ്ബർ പോലത്തെ സാധനമാണ്. അതായത് സൈഡിൻ്റെ അകത്ത് ആ സിലിണ്ടറിന്റെ അകത്ത് ഉണ്ടാകുന്ന ഓയിലും കാര്യങ്ങളൊക്കെ വടിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് പിസ്റ്റൺ റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇത് ഇടണമെങ്കിൽ, അതായത് ഈ ഒരു ഗ്യാപ്പിന്റെ അകത്ത് പിസ്റ്റൺ റിംഗിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിൽ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇത് എക്സ്പാൻഡ് ചെയ്തിട്ട്, ഇത് തമ്മിൽ എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരു എക്സ്പാൻഡർ ഉപയോഗിച്ചിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് അത് റിമൂവ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ ഫിറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് പിസ്റ്റൺ റിംഗ് എക്സ്പാൻഡർ എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ പുള്ളേഴ്സ്, പിസ്റ്റൺ റിംഗ് ടൂള്, ജോഗ്ലിംഗ് ടൂള്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ പിസ്റ്റൺ റിംഗ് എക്സ്പാൻഡർ. അതായത് ദ ടൂൾ യൂസ്ഡ് ടു ഇൻസ്റ്റാൾ പിസ്റ്റൺ റിംഗ്സ് ഇൻ ദ സിലിണ്ടർ, അല്ല പിസ്റ്റൺ. അതായത് പിസ്റ്റൺ റിംഗ് പിസ്റ്റന്റെ മുകളിൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അപ്പൊ ഏത് ടൂൾ വെച്ചിട്ടാണ്, അപ്പോൾ പിസ്റ്റൺ റിംഗ് എക്സ്പാൻഡർ ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. In a four-stroke engine, the working cycle is completed in revolutions of crankshaft. അതായത് ഫോർ സ്ട്രോക്ക് എഞ്ചിന്റെ അകത്ത് വർക്കിംഗ് സ്ട്രോക്ക് അല്ലെ വർക്കിംഗ് സൈക്കിൾ എത്ര ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേഷൻ അത് കംപ്ലീറ്റ് ആവുന്ന ചോദിക്കുന്നു. ഓക്കെ, അപ്പം എന്താണ് ക്വസ്റ്റ്യൻ? 2 റൊട്ടേഷൻസ്. ഓക്കെ, നമുക്കറിയാം ആദ്യത്തെ റൊട്ടേഷനിൽ സക്ഷൻ സ്ട്രോക്കിൽ ടോപ്പിന്ന് ബോട്ടത്തിലേക്ക്. ഓക്കെ, അത് എന്താ പറയാ, ഒരു 180 ഡിഗ്രി കഴിയുമ്പോഴത്തേക്ക്, ഇത്ര തിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് സക്ഷൻ സ്ട്രോക്ക് നടത്തും. പിന്നെ കംപ്രഷൻ സ്ട്രോക്ക്, അപ്പം അടുത്ത 180 കൂടി തിരിഞ്ഞു, അപ്പോൾ അത് 360 മൊത്തം. പിന്നെ ആദ്യം എക്സ്പാൻഷൻ സ്ട്രോക്ക് ആകുമ്പോൾ അടുത്ത 180 ഡിഗ്രി, പിന്നെ ആദ്യം എക്സോസ്റ്റ് സ്ട്രോക്ക്, പിന്നെ അടുത്ത 180. അപ്പോൾ 2 റൊട്ടേഷൻ, 2 കംപ്ലീറ്റ് റൊട്ടേഷൻ ആണ് ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുക. ഓക്കെ, നമ്മൾ അതായത് നമ്മളിപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടക്കത്തിൽ മുതൽ പഠിക്കുന്ന കാര്യങ്ങളാണ് 2 സ്ട്രോക്ക് എഞ്ചിനും 4 സ്ട്രോക്ക് എഞ്ചിനും ക്രാങ്ക് റൊട്ടേഷനും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. തിയററ്റിക്കലി കറക്റ്റ് എയർ ഫ്യൂൽ മിക്സ്ചർ. ഓക്കെ,
എയർ ഫ്യൂൽ റേഷ്യോ ഇൻ SI എഞ്ചിൻ. SI എഞ്ചിൻസിലെ എയർ ഫ്യൂൽ റേഷ്യോ തിയററ്റിക്കലി കറക്റ്റ് ആയത് 5:1, 20:1, 25:1, 15:1. അത് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഏറ്റവും കൂടുതൽ ഓട്ടോമൊബൈൽ സെക്ഷനിലുള്ള ഏതൊരു എക്സാമിന് വെച്ചാലും ക്വസ്റ്റ്യൻ വരുന്ന സാധനമാണ് 15:1. ഓക്കെ, അതായത് എയർ ഫ്യൂവലിന്റെ മിക്സ്ചർ അതായത് 15%, അതായത് ബൈ മാസ്. ഓക്കെ, എയർ ഈസ് ടു ഫ്യൂവൽ ആണ് അതിന്റെ റേഷ്യോ. അത് പറഞ്ഞാൽ 15:1 ആയിരിക്കും. ഇത്രയും ആലോചിച്ചാൽ മതി. 15 ലിറ്റർ എയർ ഉണ്ടെങ്കിൽ 1 ലിറ്റർ ഫ്യൂവല്. അതാണ് അതിന്റെ മിക്സിംഗ് റേഷ്യോ, അതായത് ബെസ്റ്റ് തിയററ്റിക്കലി കറക്റ്റ് മിക്സിംഗ് റേഷ്യോ. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ആംഗിൾ മെഷറിംഗ് ഡിവൈസ്? ആംഗിൾ മെഷറിംഗ് ഡിവൈസ് ഏതാണെന്ന് ചോദിക്കുന്നത്. സ്പിരിറ്റ് ലെവൽ ഉണ്ട്, ഡിവൈഡർ ഉണ്ട്, സൈൻ ബാർ ഉണ്ട്, വെർണിയർ കാലിപ്പർ ഉണ്ട്. സ്പിരിറ്റ് ലെവൽ എന്ന് നോക്കുന്ന ലെവൽ നോക്കുന്ന സാധനമാണ്. ഡിവൈഡർ എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താ പറയാ ഗ്യാപ്പ് നോക്കുന്ന സാധനം. പിന്നെ സൈൻ ബാർ അറിയാത്തവർ ഉണ്ടാവില്ല. സൈൻ ബാർ ആണ് നമ്മൾ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ, അതായത് ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സൈൻ ബാർ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയാ ഇങ്ങനെ ഉണ്ടാവും. സൈൻ ബാർ നമ്മളെ സ്പിരിറ്റ് ലെവൽ പോലെ തന്നെ ഉണ്ടാവും കാണാൻ ഏകദേശം, പക്ഷെ രണ്ട് സൈഡിലും രണ്ട് ടയർ പോലത്തെ സാധനം ഉണ്ടാവും. ഓക്കെ, അപ്പം ഇതൊരു ഹൈറ്റിൽ വെക്കും, പർട്ടിക്കുലർ ഹൈറ്റ്. ഇത് ഹൈറ്റ്, അടുത്ത ഹൈറ്റ് ആയി. ഇത് നമ്മളുടെ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനം. അതായത് നമുക്ക് ഇവിടുത്തെ ആംഗിൾ കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഈ ലെങ്ത്, ഈ ആംഗിൾ കാണാൻ വേണ്ടിയിട്ടാണ്, ഈ തീറ്റ ആംഗിൾ കാണാൻ വേണ്ടിയിട്ടാണ് സൈൻ ബാർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഷേപ്പ്. ഇതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരുപാട് ടൈം വേണം. നമുക്ക് സിമ്പിൾ ആയിട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് പോകാന്നുള്ളൊരു ടാർഗറ്റിലാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ഇതാണ് സൈൻ ബാർ. ഇങ്ങനെ ഒരു ഫിഗർ ഒക്കെ കാണാൻ വെച്ചാൽ നിങ്ങൾ അതായത് ഇത് നമ്മളുടെ ആംഗിൾ, അതായത് രണ്ട് ഹൈറ്റ് ഉള്ള സാധനത്തിൽ നമ്മളുടെ ആംഗിൾ മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് സൈൻ ബാർ. ഓക്കെ, ഓഡോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ. ഓഡോമീറ്റർ എന്തിനാ യൂസ് ചെയ്യുന്നത്? വെലോസിറ്റി, ഡിസ്റ്റൻസ്, ഫ്ലോ റേറ്റ്, സ്പീഡ്. ഓക്കെ, ഓഡോമീറ്റർ എന്ന് പറഞ്ഞാൽ ചിലപ്പം എന്താ പറയാ കറക്റ്റ് നമുക്ക് അറിയില്ല. നമ്മളിപ്പം സ്പീഡോമീറ്റർ അല്ലേ, സ്പീഡോമീറ്ററിനാണ് അതിൻ്റെ അകത്ത് സ്പീഡ് കാണിക്കും, പക്ഷെ അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഡിസ്റ്റൻസ് എത്ര കവർ ചെയ്തെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഓഡോമീറ്റർ എന്ന് പറഞ്ഞ സാധനം ഡിസ്റ്റൻസ് എത്ര കവർ ചെയ്തെന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഓക്കെ, ഓപ്ഷൻ ബി ഡിസ്റ്റൻസ്. ഓഡോമീറ്റർ യൂസ്ഡ് ടു മെഷർ ഡിസ്റ്റൻസ്. ഇനി 49th ക്വസ്റ്റ്യൻ. ദ ഫ്യൂവൽ ലെവൽ ഇൻ എ കാർ ഈസ് മെഷേർഡ് ബൈ. അതായത് ഫ്യൂവൽ ലെവൽ നമ്മളിപ്പം എന്താ പറയുക 4 കട്ട ഉണ്ട്, 5 കട്ട ഉണ്ട് എന്നൊക്കെ പറയില്ലേ, അവിടെ ഡിസ്പ്ലേ നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷെ അതെങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഫ്ലോട്ട് മെത്തേഡ്, സ്റ്റിക്ക് മെത്തേഡ്, ഇലക്ട്രോണിക് ട്രാൻസ്ഡ്യൂസർ, റോട്ടാമീറ്റർ. അപ്പം ഇതിൽ റോട്ടാമീറ്റർ എന്ന് പറഞ്ഞാൽ ഫ്ലോ റേറ്റ് മെഷർ ചെയ്യുന്ന സാധനമാണ്. ഡിപ്സ്റ്റിക് എന്ന് പറഞ്ഞാലും അതിനകത്ത് നമ്മളിപ്പം എഞ്ചിൻ്റെ അകത്തുള്ള എത്ര ഓയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നില്ലേ, അതൊരു ഡിപ്സ്റ്റിക് ആണ്. അതായത് അതിനകത്ത് ഇങ്ങനെ കുത്തി ഇറക്കിയിട്ട് ആ സാധനം ഇങ്ങനെ പൊന്നിച്ച് നോക്കി അതിനോട് കാണാമല്ലോ. ഓക്കെ, അതൊരു ഡിപ്സ്റ്റിക് ആണ്. അപ്പം ഇലക്ട്രോണിക് ട്രാൻസ്ഡ്യൂസർ പല കാര്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഫ്ലോട്ട് മെത്തഡ്. അതായത് ഒരു ഫ്ലോട്ട് ഉണ്ടാവും. ആ ഫ്ലോട്ട് എന്താ പറയുക, നമുക്ക് ടാങ്കിൻ്റെ അകത്ത് ഇവിടെ ഇപ്പോൾ വെള്ളം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ വെള്ളത്തിനകത്ത് ഇവിടെ ഒരു ഫ്ലോട്ട് വെച്ചു. ഈ ഫ്ലോട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും, മീറ്ററായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ മീറ്ററിനകത്ത് കാണിക്കും. ഈ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് ഫ്ലോട്ടിൻ്റെ അകത്ത് റീഡിങ് MTയിലേക്ക് പോകും. ഓക്കെ, ഫുള്ളിൻ്റെ അകത്ത് നിന്ന് MTൻ്റെ അകത്തേക്ക് പോകും. അതാണ് നമ്മളിപ്പം നമ്മുടെ വീട്ടിലെ ബാത്റൂമിൻ്റെ അകത്തുള്ള ഫ്ലഷ് ഇല്ലേ, ഫ്ലഷിൻ്റെ അകത്തും സെയിം ഓപ്പറേഷൻ തന്നെയാണ് നടക്കുന്നത്. ഫ്ലോട്ട് വെച്ചിട്ടാണ് ഫ്ലഷ് നിറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവുകയും ചെയ്യുന്നത്. അതേ മെത്തേഡ്. ഇനി അടുത്തത് 1 മൈക്രോൺ ഈസ് ഈക്വൽ ടു. 1 മൈക്രോൺ ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് ചോദിച്ചത്? 0.01. ഓക്കെ, അതിന് ചെറിയൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. 0.01 mm, ബി 0.01 mm, എ 0.1 mm, സി 0.001 mm, ഡി 0.0001 mm. ഓക്കെ, ഏതാണ് കറക്റ്റ് ആൻസർ? 1 മൈക്രോൺ 0.001 mm. സത്യം പറഞ്ഞാൽ 1 മൈക്രോൺ എന്ന് പറഞ്ഞാൽ 1 മ്യൂ എന്ന് എഴുതാം. 1 മ്യൂ ഈക്വൽ ടു 10⁻⁻6 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ 1 mm എന്ന് പറഞ്ഞാൽ എത്രയാ? 10⁻³ മീറ്റർ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ 1 മൈക്രോൺ ഈക്വൽ ടു 10⁻³ mm എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, 10⁻³ എന്ന് പറഞ്ഞാൽ അതായത് 1 ഡിവൈഡ് ബൈ 1000.
ഒന്ന് എഴുതാണെങ്കിൽ 0.001 ഓക്കെ mm. അപ്പം ഇന്നത്തെ ക്വസ്റ്റ്യനും ഇവിടെ കംപ്ലീറ്റ് ആകാണ്. അതായത് 50 ക്വസ്റ്റ്യൻ നമ്മൾ കവർ ചെയ്തു ടോട്ടൽ. 25 ക്വസ്റ്റ്യൻ കഴിഞ്ഞു, അടുത്ത 25 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല, നിങ്ങൾക്കും ബോറടിക്കും. അതുകൊണ്ട് ഡയറക്റ്റ്ലി കഴിയാവുന്ന അത്രയും എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചാനലുണ്ട്. അപ്പം വേറെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ, അതായത് ബിടെക് കഴിഞ്ഞിട്ടുള്ള ജോലിന്റെ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ജോബ് അലർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം മാക്സിമം ഫോളോ ചെയ്യുക. നിങ്ങൾ തരുന്ന പ്രചോദനമാണ് എനിക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു ഇൻസ്പിറേഷൻ. ഓക്കെ, അപ്പം അടുത്ത ബാക്കി വരുന്ന സെക്കൻഡ് സെക്ഷൻ 51 മുതൽ മുമ്പോട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ പോർഷൻ ആണ്. പക്ഷെ നമ്മൾ അതും കൂടി കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്ലാസ് കാണാം. താങ്ക് യു.